പരിശുദ്ധമായ റമളാൻ ഷരീഫിലെ വളരെ സവിശേഷമേറിയ ഒരു ദിനമാണ് ബദ്ർ ദിനം എന്ന് പറയുന്നത്. ആയിരങ്ങൾ വരുന്ന ശത്രുക്കളോട് കേവലം 313ഓളം വരുന്ന സ്വഹാബാക്കൾ അവരുടെ തികഞ്ഞ അർപ്പണബോധത്തിൻ്റെയും ഇഖ്ലാസിൻ്റെയും ആത്മാർത്ഥതയുടെയും ഫലമായിട്ട് ശക്തമായി ഉജ്ജ്വല പോരാട്ടം നടത്തി വിജയിച്ച ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിജയം കരസ്ഥമാക്കിയ ബദരീങ്ങളെക്കുറിച്ച് അറിയാത്തവരും ബദ്ർ സ്മരണ നടത്താത്തവരുമായിട്ട് ആരും ഉണ്ടാകില്ല. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് തന്നെ മഹത്തായ അസ്മാ ഉൽ ബദർ എന്ന് പറയുന്ന അസ്ഹാബുൽ ബദർ എന്ന് പറയുന്ന ബദരീങ്ങളുടെ ആണ്ട് നടക്കുന്ന വളരെ സവിശേഷമേറിയ ഈ സന്ദർഭത്തിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ ഈ വർഷം മുഴുവനും ബദരീങ്ങളുടെ ഒരു സഹായം നമുക്കുണ്ടാകാൻ കാരണമാകുമെന്നുള്ളതാണ്. ബദരീങ്ങളുടെ സഹായം നമുക്ക് ഉണ്ടാകണം എന്നുള്ളത് തീർച്ചയാണ്. അങ്ങനെ സംഭവിച്ച എത്രയോ ആളുകളുണ്ട്, സഹായം ലഭിച്ചവരുണ്ട്. നമ്മളൊക്കെ ബദർ മൗലിദ് പാരായണം ചെയ്യുമ്പോൾ അതിലൊരു ചരിത്രം തന്നെ നമുക്ക് കാണാവുന്നതാണ്. അവിടെ കള്ളന്മാർ മോഷ്ടിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് വാളുകൾ തമ്മിൽ ഉരസുന്ന, വാളുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന ശബ്ദങ്ങൾ വരെ കേട്ടു. അതിൻ്റെ കാരണം അവിടെ ബദരീങ്ങളുടെ പേരുകൾ എഴുതി വച്ചു എന്നുള്ളതായിരുന്നു. അപ്പോൾ ബദരീങ്ങളുടെ പേരുകൾ ഒരു സ്ഥലത്ത് എഴുതി വച്ചാൽ തന്നെ ആ വീട്ടിന് വലിയ കാവലാണ്, ആ വീട്ടിൽ വലിയ ബറക്കത്താണ്, ആ വീട്ടിൽ അത് ഹിഫ്ളിൻ്റെ ഒരു അടയാളമായിട്ടാണ് നിലനിൽക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് കൃത്യമായി അതിനെക്കുറിച്ച് മനസ്സിലാക്കാം. ഈ വർഷം മുഴുവനും ബദരീങ്ങളുടെ കാവല് അള്ളാഹുവിലേക്ക് അടുത്തു ജീവിച്ച മഹാരഥന്മാരാകുന്ന സ്വഹാബാക്കൾ, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നളർ, ഇതൊക്കെ നമുക്ക് ലഭിക്കാൻ കാരണമാകുന്ന അമലാണ്. അള്ളാഹു നമുക്ക് പഠിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് പവിത്രമേറിയ സന്ദർഭങ്ങളിലൂടെയും സമയങ്ങളിലൂടെയൊക്കെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് ആളുകൾ കഴിഞ്ഞ ദിവസവും അതിൻ്റെ മുമ്പത്തെ ദിവസമൊക്കെ ആയിട്ട് നമ്മുടെ നോമ്പ് തുറയിലേക്ക് ധാരാളം സ്വതക്കകൾ നൽകി. എല്ലാവർക്കും അള്ളാഹു വലിയ ബറക്കത്ത് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് കഴിയുന്നവരൊക്കെ ഒരു 50 പേരുടെ 20 പേരുടെ 30 പേരുടെയൊക്കെ നോമ്പ് തുറ നൽകാൻ സാധിക്കുന്നവർ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് അറിയിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ ഈ റമളാനിൽ ചെയ്യുന്ന പുണ്യമേറിയ പവിത്രമേറിയ സമയങ്ങളിൽ ചെയ്യുന്ന ഏറ്റവും സന്തോഷകരമായ ഖൈറായിട്ടുള്ള ഒരു അമലായിരിക്കും അത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. പല ആളുകളും പല നിയ്യത്തുകളും വെച്ച് നൽകിയിട്ടുണ്ട്. അവരുടെ മക്കളുടെ രോഗങ്ങൾ മാറാൻ, എക്സാമിൽ വിജയിക്കാൻ, അതേപോലെ വലിയ വലിയ വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ട് നൽകിയവരുണ്ട്. അള്ളാഹു എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കി കൊടുക്കട്ടെ. ബദരീങ്ങളെ എന്നൊരു വിളിക്കാത്തവരായിട്ട് ഇത് കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ ഒരാളുണ്ടാവില്ല. എന്തു പ്രയാസങ്ങൾ വരുമ്പോഴും ബദരീങ്ങളെ എന്നുള്ളൊരു വിളി, എൻ്റെ ബദരീങ്ങളെ എന്ന് പറഞ്ഞിട്ടുള്ളത്, അത് പഴയ കാലം മുതലേ അങ്ങനെ ഒരു വിളി ഉണ്ടായതുകൊണ്ട് തന്നെയാണ്. ആ വിളി ശിർക്കൊന്നുമല്ല. അത് ഈ മുജാഹിദുകളും ജമാഅത്തെ ഇസ്ലാമിക്കാരും പുത്തൻവാദികളും പറയുന്നത് പോലെ അത് ഷിർക്കൊന്നല്ല. അങ്ങനെ ഷിർക്കാണെങ്കിൽ അത് വ്യാപകമായിട്ട് ഇങ്ങനെ വരുമോ? നമ്മൾ ബദരീങ്ങളെ എന്ന് വിളിക്കുമ്പോൾ അള്ളാഹിനെ വിളിക്കുന്നതിന് പകരമായിട്ടാണോ ബദരീങ്ങളെ എന്ന് വിളിക്കുന്നത്? അള്ളാഹിൻ്റെ സ്ഥാനത്ത് നിർത്തിയിട്ടാണോ ബദരീങ്ങളെ എന്ന് വിളിക്കുന്നത്? അല്ല. നമ്മൾ തികഞ്ഞ ബോധത്തോടു കൂടെയാണ്, അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണെന്നുള്ള നിലയ്ക്കാണ് നമ്മൾ ബദരീങ്ങൾ എന്ന് വിളിക്കുന്നത്. നമ്മളതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ് മനസ്സിലാക്കണം. ബദരീങ്ങളെ എന്ന് നമ്മൾ നീട്ടി വിളിക്കുന്നത് അങ്ങനെയാണ്. എൻ്റെ ബദരീങ്ങളെ, മമ്പുറത്തെ തങ്ങളെ, മുഹിയുദ്ദീൻ ഷെയ്ഖ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിളിക്കുമ്പോൾ ഈ വിളികളുടെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മൾ അള്ളാഹുവിൻ്റെ സൃഷ്ടി എന്നുള്ള അർത്ഥത്തിലാണ്. പക്ഷെ നമ്മുടെ മേൽ സുന്നികളായ, നമ്മുടെ മേൽ പുത്തൻവാദികളായ മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള പുത്തൻവാദികൾ ആരോപിക്കുന്നത് ഓല് അള്ളാഹിനെ വിളിക്കേണ്ട സ്ഥാനത്ത് ഓല് സൃഷ്ടികളെയാണ് വിളിക്കുന്നത്, ഓല് മുശ്രിക്കീങ്ങളാണ്, കാഫിരീങ്ങളാണെന്ന് പറഞ്ഞ് ആരോപിക്കണം നമ്മളെ പേരിൽ. എപ്പോഴാണ് മുശ്രിക്കാകുന്നത്? അള്ളാഹ് അല്ലാത്തൊരു ഇലാഹ് ഉണ്ടെന്ന് നമ്മുടെ മനസ്സിൽ ബോധ്യം ഉണ്ടാകുമ്പോൾ, നമ്മളങ്ങനെ കൽപ്പിക്കുമ്പോൾ, നമുക്ക് അള്ളാഹ് അല്ലാത്തൊരു ഇലാഹ് ഉണ്ട്, അള്ളയാണ് ഇലാഹ് എന്നല്ലേ നമ്മളെ ബോധ്യം. നമ്മളെപ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നവരാണ്, അള്ളാഹ് അല്ലാത്തൊരു ഇലാഹു ഇല്ല എന്ന് പറയുന്നവരാണ്. അപ്പോൾ നമ്മൾ ഈ വിളിക്കുന്നത് ഏതുപോലെയാണ്? നമ്മളൊരു സഹായത്തിന് വേണ്ടിയിട്ട് ആരെങ്കിലും വിളിക്കൂലേ, ശുക്കൂർ അതൊന്നും എടുത്തെന്ന് പറയൂലേ? ആ ഒരു വിളിയേ ഇതിലുള്ളൂ. അതിനർത്ഥം നമ്മൾ അള്ളാഹിനെ മാറ്റിയിട്ട് ശുക്കൂറിനെ വിളിക്കുന്നതാണ് അർത്ഥം. അല്ല. അല്ലാഹുവിൻ്റെ സൃഷ്ടി എന്ന അടിസ്ഥാനത്തിൽ ആ സൃഷ്ടിയുടെ പരിധിയിലുള്ള കഴിവ് അത് ഉപയോഗപ്പെടുത്തിയിട്ടാണ് നമ്മൾ വിളിക്കുന്നത്. സൃഷ്ടിയായ ശുക്കൂറിനെ
അള്ളാഹു ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുക്കാനുള്ള കഴിവ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ വിളിക്കുന്നു, ശുക്കൂറെ വെള്ളം എടുത്ത് താന്ന് പറയുന്നു, അങ്ങനെ എടുക്കുന്നതാണ്. നിങ്ങളെ പോയിന്റ് ഈ സമയത്തെങ്കിലും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അതിനെക്കുറിച്ച് പറയുന്നത്. ഓക്കെ, അപ്പോൾ പറഞ്ഞതിൻ്റെ ആശയം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഞാൻ ഈ ഒരു പോയിന്റും കൂടെ ഈ സമയത്ത് നമ്മൾ മനസ്സിലാക്കണം എന്ന് വിചാരിച്ചിട്ടാണ്. ആരായിരുന്നു ബദ്രീങ്ങളെന്ന് പറയുന്നത്? ഹിജ്റയുടെ 2-ാം വർഷം റമളാൻ 17 വെള്ളിയാഴ്ചയായിരുന്നു ബദ്രുൽ കുബ്ര അരങ്ങേറിയിട്ടുണ്ടായിരുന്നത്. മുസ്ലിമീങ്ങളെ നാടും വീടും ഉപേക്ഷിച്ച് മദീനയിലേക്ക് ഹിജ്റ പോയിട്ടും മക്കാ മുശ്രിക്കുകൾ അവരെ വിടാതെ പിന്തുടർന്നു. മദീനയിൽ അധിനിവേശം നടത്തി, മുസ്ലിമീങ്ങൾ ആക്രമിക്കൽ പതിവാക്കി, കൃഷികൾക്ക് തീയിട്ടു, കാലികളെ കൊന്നു, സ്ത്രീകളെ ഭീഷണിപ്പെടുത്തി. അങ്ങനെ ശക്തമായ രൂപത്തിൽ ആക്രമണങ്ങളുമായി മുന്നോട്ട് വന്നു. ഒരു നിലക്കും നിവൃത്തിയില്ലാതെ വന്നപ്പോഴാണ് ഒരു ചെറുത്തുനിൽപ്പെന്ന രൂപത്തിൽ ഒരു യുദ്ധം സാഹചര്യമായി ഒരുങ്ങി വരുന്നത്. എല്ലാ സാഹചര്യങ്ങളും എതിരായിട്ടും ഏത് രൂപത്തിലുള്ള സാഹചര്യങ്ങൾ എടുത്തു നോക്കുമ്പോഴും വിജയം തീർച്ചയായിട്ടും ശത്രുക്കളുടെ ഭാഗത്താണ്. അവരായിരങ്ങളുണ്ട്, അവർ പരിഹസിച്ചില്ലേ, ഞങ്ങളൊന്ന് ഒന്നിച്ചു മൂത്രമൊഴിച്ചാൽ നിങ്ങൾ ഒലിച്ചു പോകുന്ന അത്രം ബലഹീനമായ ചെറിയൊരു സംഘല്ലേ നിങ്ങളെന്ന് പറഞ്ഞ് കളിയാക്കിയില്ലേ, പരിഹസിച്ചില്ലേ. അവർ വരുന്ന വഴിയിലൂടെ അവർ 40 ഒട്ടകങ്ങളും 60 ഒട്ടകങ്ങളും 20 ഒട്ടകങ്ങളും ഓരോ സ്ഥലത്തെത്തുമ്പോഴും അതിനെ അറുത്ത് അതിനെ ഭക്ഷിച്ച് പാചകം ചെയ്ത് തിന്ന് നല്ല തടിച്ച് അവർ നല്ല കൊഴുത്തിട്ടാണ് യുദ്ധത്തിൻ്റെ ഭൂമിയിലേക്ക് എത്തുന്നത്. ബദരീങ്ങളാണെങ്കിലും നോമ്പെടുത്ത് അവശരായിട്ട് ദരിദ്രരാണ് പലരും. ഒന്നുമില്ല അവരുടെ കയ്യിൽ, പേരിനൊന്നുപോലുമില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ ഒട്ടകത്തിൻ്റെ പുറത്ത്, കുതിരയുടെ പുറത്തൊക്കെ ഊഴം കാത്ത് സഞ്ചരിക്കുകയാണ്. വല്ലാത്ത പ്രതിസന്ധിയിലാണ്. എങ്ങനെയാണ് വിജയം സാധ്യമായതെന്നറിയണോ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ദുആ ഉണ്ട്. നമ്മൾ അവിടെയാണ് മനസ്സിലാക്കേണ്ടത് ദുആഇന് അത്രമേൽ പ്രാധാന്യമുണ്ട് എന്നുള്ളത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ദുആ ചരിത്രത്തിലുണ്ട്. സ്വർണ്ണലിപികളാൽ, തങ്കലിപികളാൽ ആലേഖനം ചെയ്യപ്പെടേണ്ട ദുആ ആണത്. ആ ദുആഇൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്യം ഇങ്ങനെയാണ്: അല്ലാഹുമ്മ ഇൻ തുഹ്ലിക ഹാദിഹിൽ ഇസാബ, അല്ലാഹുവേ ഈ കൊച്ചു സംഘത്തെ നീ പരാജയപ്പെടുത്തിയാൽ, ഫലാ തുഅബദു ഫിൽ അർളി അബദ, പിന്നെ ഈ ഭൂമി മണ്ണിൽ നിന്നെ ആരാധിക്കാൻ ഒരാളും ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് വിറയാർന്ന കരങ്ങൾ, നിറയാർന്ന കണ്ണുകൾ റബ്ബിൻ്റെ സമക്ഷത്തിലേക്ക് ഉയർത്തി അങ്ങ് ദുആ ചെയ്തപ്പോൾ ആ ദുആ സ്വീകരിക്കപ്പെട്ടു. മാലാകമാർ ആകാശലോകത്ത് നിന്ന് ഇറങ്ങി വന്നു. 1000 വരുന്ന ശക്തരും മല്ലരുമായ ആ മുശ്രിക്കീങ്ങളെ പരാജയപ്പെടാൻ കാരണമായി അബൂജഹലിൻ്റെയൊക്കെ കഴുത്തിലൊരു കറുത്ത പാടുണ്ടായിരുന്നു എന്നുള്ളതാണ്. മീകായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഇടിമിന്നലേറ്റതുപോലെയുള്ളൊരു പാട്. മലക്കുകളുടെ സഹായമുണ്ടായിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ അത് പറയുന്നുണ്ട്. ബദരീങ്ങൾ വലിയ മഹത്വമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഈ ബദരീങ്ങളുടെ രാവിനോ പകലിനോ ഒക്കെ ആയിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് അസ്മാ ഉൽ ബദർ ഒരു തവണ, അത് നമ്മുടെ ജീവിതത്തിൽ ഈ വർഷം മുഴുവനും വലിയ ബറക്കത്ത് ലഭിക്കാൻ കാരണമാകും, വലിയ കാവല് ലഭിക്കാൻ കാരണമാകും, വലിയ ഹിഫ്ള് ലഭിക്കാൻ കാരണമാകും. ഒരൊറ്റ തവണയെങ്കിലും അസ്മാ ഉൽ ബദർ സയ്യിദിന എന്ന് കൂട്ടി, ഇപ്പോൾ സയ്യിദിന അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഓരോ സ്വഹാബകളുടെ കൂടെ റളിയല്ലാഹു അൻഹു എന്ന തർളിയത്ത് കൂട്ടിയിട്ട് ഒരൊറ്റ തവണയെങ്കിലും നിങ്ങൾ ചൊല്ലണം, ഓർമ്മപ്പെടുത്തണം. നമ്മൾ ഇത്രയെങ്കിലും ചെയ്യുക. ചില മഹത്തുക്കളൊക്കെ ഉണ്ട്, എനിക്കറിയാം, ഞങ്ങളൊക്കെ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. മഹത്തുക്കളോട് കൂടെ ചേർന്നപ്പോൾ നമുക്ക് ലഭിച്ചതാണ്. ഇപ്പോഴും അങ്ങനെ ചെയ്യുന്നവരുണ്ട്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ബദരീങ്ങളുടെ ഓരോ പേരും ഈ ബദരീങ്ങളുടെ റമളാൻ 17-ന് ബദരീങ്ങളുടെ ഓരോ പേരും വിളിച്ച് അവരുടെ പേരിൽ ഫാത്തിഹ ഓതുന്നു, 3 ഇഖ്ലാസ് ഓതുന്നു, ഫലക്ക് ഓതുന്നു, നാസ് ഓതുന്നു. അപ്പം നമ്മൾ അസ്മാഉൽ ബദർ പേര് മാത്രം ചൊല്ലാനല്ല പറഞ്ഞത്. ഇതങ്ങനല്ല. ഇത് ചില ആളുകൾ ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയോ? ബദരീങ്ങളുടെ ആണ്ട് നടക്കുന്ന ദിവസമാകുമ്പോഴേക്ക് വബി സയ്യിദിന ഉമർ റളിയല്ലാഹു അൻഹു ഫാത്തിഹ, എന്നിട്ട് ഫാത്തിഹയും ഇഖ്ലാസും ഫലക്കും നാസ് ഓതും.
എന്നിട്ട് അടുത്തത് ഒബി സയ്യിദിന ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഇങ്ങനെ ഓരോ 313 വരുന്ന സ്വഹാബാക്കളെയും വിളിച്ച് ഫാത്തിഹ ഇഖ്ലാസ് ഓതി പൂർത്തീകരിക്കുന്നവരുണ്ട്. അങ്ങനെ കഴിയുന്നവരങ്ങനെ ചെയ്യാം, അല്ലാത്തവർ ഇങ്ങനെയെങ്കിലും ചെയ്യാം ഈ വർഷം മുഴുവൻ. അങ്ങനെയൊക്കെ ചെയ്തവർക്ക് പിന്നെ ഒന്നും പറയേണ്ട. അവർ അസ്മാഉൽ ബദ്ർ ഏത് നിമിഷം എപ്പോൾ ചൊല്ലിയാലും അവർക്ക് വലിയ ഫലം കിട്ടും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ വളരെ കൃത്യമായി മനസ്സിലാക്കുക, ബദരീങ്ങളുടെ സഹായം നമുക്ക് ലഭിക്കണം. അങ്ങനെ ബദരീങ്ങൾക്കൊരു വിജയം ലഭിക്കാനുണ്ടായ കാരണം ദുആ ആണ്, ആത്മവിശ്വാസമാണ്, ഇഖ്ലാസാണ്. ഹബീബായ തങ്ങൾക്കും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കൾക്കുണ്ടായ അർപ്പണബോധമായിരുന്നു, തഖ്വയായിരുന്നു വിജയത്തിൻ്റെ നിദാനം. മുത്തുനബി തങ്ങൾക്ക് അന്നത്തെ രാത്രി, ബദ്ർ ഇന്നാണെങ്കിൽ ഇന്നലെ രാത്രി ഹബീബായ തങ്ങൾക്ക്, ബദ്ർ നാളെയാണെങ്കിൽ ഇന്നത്തെ രാത്രി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രാർത്ഥനയുടെ ദുആഇൻ്റെ രാവായിരുന്നു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളങ്ങ് ദുആ ചെയ്യാണ്. ഒരു വേളയിൽ ചോദിക്കുന്നുണ്ട് സ്വഹാബാക്കൾ, അങ്ങെന്തിനാനിങ്ങനെ പേർത്തും ഇങ്ങനെ ചോദിച്ചു കൊണ്ടേയിരിക്കുന്നത്, വിജയം സുനിശ്ചിതമല്ലേ എന്ന്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദിൽ തന്നെയാണ്. ഞാൻ ആ ഹദീസുകളൊന്നും വായിക്കുന്നില്ല. രാത്രി, നാളെ യുദ്ധം നടക്കുകയാണെങ്കിൽ ഇന്നത്തെ രാത്രി ദുആ ചെയ്ത് വാങ്ങിയെടുത്തതാണ്, ചോദിച്ചു വാങ്ങിയെടുത്തതാണ് അള്ളാഹുവിൽ നിന്ന്. അങ്ങനെയാണ് നമ്മളും ചെയ്യേണ്ടത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണം, അസ്മാഉൽ ബദ്ർ ചൊല്ലണം, മറക്കരുതെന്ന് ഓർമ്മപ്പെടുത്തണേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.